ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് OnePlusന്റെ ഏറ്റവും പുതിയ TWS, അതായത് നോട്ട് സീരീസിലെ TWS ആയ OnePlus Nord Buds 4 Pro. അപ്പോൾ ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് 3799 രൂപയാണ്, അതായത് 4000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇയർഫോൺസ് ആണ് OnePlusനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, സൗണ്ട് സിഗ്നേച്ചർ, ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ, ബാറ്ററി ലൈഫ് എല്ലാം തന്നെ നമ്മൾ വിശദമായി ഈ വീഡിയോയിലൂടെ പറയുകയാണ്. അപ്പോൾ ഇതിനകത്ത് അപ്ഗ്രേഡഡ് ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ഉണ്ട്, LHDC 5.0 സപ്പോർട്ട് ഉണ്ട്, ബ്ലൂടൂത്ത് 6.0 ഉണ്ട്, അതേപോലെ എല്ലാ ബേസിക് ആസ്പെക്ട്സും ഉണ്ട്. ഇംപ്രൂവ്ഡ് നോയ്സ് ക്യാൻസലേഷൻ, 12mm ടൈറ്റാനിയം ഡ്രൈവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ബാറ്ററി ലൈഫ്, ഡിസൈനും കുറെ മാറ്റമുണ്ട്, എല്ലാം തന്നെ ഇംപ്രൂവ്ഡ് ആണ്. അപ്പോൾ 3799 രൂപയ്ക്ക് ഇത് വർത്ത് ആണോ എന്നാണ് നമ്മൾ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ എപ്പോഴും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കാം, എന്നിട്ട് വോയിസ് ക്ലാരിറ്റിയും ഇതിന്റെ ആപ്പ് പെർഫോമൻസും എല്ലാം തന്നെ വിശദമായി നോക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. OnePlus Nord Buds 4 Pro എന്ന് എഴുതിയതാണ്, ഹൈറസ് ഓഡിയോ, LHDC. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. അഗെയിൻ ആ ഒരു ടിപ്പിക്കൽ നോഡിന്റെ ബ്ലൂ ആൻഡ് ബ്ലാക്ക് കളറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 3799 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ബോക്സിനകത്ത് ഒബ്വിയസ്ലി ബഡ്സും ഇയർ ടിപ്സും ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ ബഡ്സിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് OnePlus Nord Buds 4 Pro. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇത് നല്ലൊരു ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്, ഒരു മാറ്റ് ഫിനിഷ് ആണ്. മാറ്റ് ഫിനിഷ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് മാറ്റ് ആണ്, ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള മാറ്റ് അല്ല. അപ്പോൾ നല്ല സോഫ്റ്റ് മാറ്റ് ഫിനിഷ് ആണ്. ഇവിടെ OnePlusന്റെ ബ്രാൻഡിങ് ആണ്. അതേപോലെ ഇവിടെ ഒരു ഫ്ലാറ്റ് സൈഡ് പാനലാണ്. അപ്പോൾ OnePlusന്റെ കുറച്ചുകൂടി പ്രീമിയം ബഡ്സിന്റെ ആ ഒരു ലുക്ക് ആൻഡ് ഫീൽ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. താഴത്തെ ഒരു USB Type-C പോർട്ടും, ഇവിടെ ഒരു ബട്ടൺ കാണാം, പെയറിംഗ് ചെയ്യാനുള്ള ബട്ടനാണ്. ഇവിടെ ഒരു LED ഇൻഡിക്കേറ്റർ കാണാം, തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു LED ഇൻഡിക്കേറ്ററും കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഡിസൈൻ ലാംഗ്വേജ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ലൈറ്റ് വെയിറ്റും ആണ്, വളരെ കോമ്പാക്റ്റ് ആണ്. നമുക്ക് പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ടുപോയാൽ ഒട്ടും തന്നെ തിക്നെസ്സും ഇല്ല, അത്യാവശ്യം വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഡിസൈൻ ലാംഗ്വേജ് വളരെ റിഫൈൻഡ് ആണെന്ന് പറയാം. ഇനി തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ക്യാപ്പ് വളരെ സ്ട്രോങ് മാഗ്നറ്റിക് മെക്കാനിസം ആണ്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഓപ്പൺ ആൻഡ് ക്ലോസ് ആവും. പിന്നെ തുറക്കുമ്പോഴും നമുക്ക് ഉള്ളിലൊരു ഗ്ലോസി ഫിനിഷ് കാണാൻ സാധിക്കും. ബാക്കി എല്ലാം തന്നെ മാറ്റാണ്. ഇയർ ടിപ്സ് പുറത്തെടുത്താൽ തന്നെ നമുക്ക് വീണ്ടും തന്നെ ഇവിടെ ഒരു മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു ടേപ്പേർഡ് ഇത് കണ്ടോ, അവിടെയാണ് നമുക്ക് വോളിയം കൺട്രോളും ടച്ച് കൺട്രോൾസും എല്ലാം വരുന്നത്. അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറയാം. ഓവറോൾ ഡിസൈൻ നോക്കി വളരെ നല്ലതാണ്, കണ്ടില്ലേ. ഇയർ കനാലിന് നല്ല രീതിയിൽ ഫിറ്റ് ആവുന്ന ടൈപ്പാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. ഇവിടെയൊക്കെ മാറ്റ് ഫിനിഷ് ആണ്. അതേപോലെ ഫുൾ ബ്ലാക്ക് ഡിസൈൻ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. അതേപോലെ താഴെ നമുക്ക് ഒരു സിൽവർ ബട്ടൺ കാണാം, ചാർജിങ് പോർട്ടും കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിന്റെ ഡിസൈൻ ലാംഗ്വേജ്. മൈക്രോഫോൺസ് 3 എണ്ണമാണ് ഈച്ച് ഇയർബഡ്സിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഡിസൈനിൻ്റെ അകത്ത് മൈക്രോഫോൺസും കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ ലാംഗ്വേജ് പറയുന്നത്. അപ്പോൾ നല്ല ഒരു ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ആണ്. അതേപോലെ തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അത് നമ്മൾ വെയർ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു കംഫർട്ടബിൾ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആട്ടോ കിട്ടുന്നത്. അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ചില ഇയർഫോൺസ് എന്താ വെച്ചാൽ കുറച്ച് നേരം വെക്കുമ്പോൾ നമ്മൾ ചെവിയിൽ ഇങ്ങനെ ഒരു വേദന വരാൻ തുടങ്ങും, കാരണം അത് ഫിറ്റ് പ്രോപ്പർ അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ വരും. എന്നാൽ ഇത് അങ്ങനെ ആ ഇഷ്യൂ ഇല്ല, നല്ല രീതിയിലാണ് ചെവിയിൽ നമുക്ക് ഫിറ്റിംഗ് വരുന്നത്. കാരണം വേറൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇത് വെക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പെർട്ടിക്കുലർ രീതിയിൽ നോയ്സ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. അതായത് പാസീവ് നോയ്സ് ക്യാൻസലേഷൻ, ആക്റ്റീവ് അല്ല, പാസീവ് വെക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നോയ്സ് ക്യാൻസലേഷൻ കാണാൻ സാധിക്കും. അത് എന്തുകൊണ്ടാണ് വെച്ചാൽ നല്ലൊരു ഡിസൈൻ ലാംഗ്വേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി വളരെ നല്ലതാണ്. പിന്നെ IP55 റേറ്റിംഗും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലൊരു വെൽ ബിൽഡ് ഇയർഫോൺ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇയർ കംഫർട്ട് ആണെങ്കിലും ടച്ച് കൺട്രോൾസ് ആണെങ്കിലും എല്ലാം തന്നെ നല്ല രീതിയിൽ വർക്ക്. ഈ ടച്ച് പാനലുണ്ടല്ലോ ഇവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. വോളിയം കൺട്രോളും നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ കോൾസ് അറ്റൻഡ് ചെയ്യാം, നെക്സ്റ്റ് മ്യൂസിക്കിലേക്ക് പോകാം, പ്രീവിയസിലേക്ക് പോകാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ഈ ടച്ച് കൺട്രോൾസിൽ വളരെ നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇതിനകത്ത് 12mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ടൈറ്റാനിയം കോട്ടഡ് ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഗൂഗിൾ ഫാസ്റ്റ് പെയർ ഉണ്ട്, മൈക്രോസോഫ്റ്റ് സ്വിഫ്റ്റ് പെയർ ഉണ്ട്, ഡ്യുവൽ കണക്ഷൻസ് ഉണ്ട്. 3 കോഡൊക്കെയാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, LHDC 5.0. അതേപോലെ തന്നെ നമുക്ക് AC SBC കോഡൊക്കെ ഉണ്ട്. ഹൈറസ് ഓഡിയോ സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ്റെ നല്ല ബാറ്ററി ലൈഫാണ് ഇതിനകത്ത് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വളരെ ഒരു ക്വിക്കായ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ഇതിൻ്റെ ആക്ച്വൽ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് പറയാം. ഇതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏതൊരു ഇയർഫോണിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അതിൻ്റെ ഇയർഫോണിൻ്റെ സൗണ്ട് ക്വാളിറ്റിയാണ്. അപ്പോൾ ഈ ഒരു ഇയർഫോൺ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക്
കേൾക്കാൻ സാധിച്ചതെന്ന് വെച്ചാൽ പൊതുവേ വൺ പ്ലസിൻ്റെ ഇയർഫോൺസ് കുറച്ച് ബേസ് ഹെവിയാണ് വരാറ്, പക്ഷെ നല്ല ക്വാളിറ്റിയാണ് വരാറ്. അതേ ഒരു സിഗ്നേച്ചറിനെയാണ് ഇവിടെയും ഫോളോ ചെയ്തിരിക്കുന്നത്. നമ്മൾ ബാലൻസ് സൗണ്ട് സിഗ്നേച്ചർ, ഞാൻ സൗണ്ട് സിഗ്നേച്ചർ ഏതൊക്കെയാണെന്ന് ആപ്പ് കാണിക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ സൗണ്ട് സിഗ്നേച്ചർ പൊതുവെ ബാലൻസ്ഡ് ആണെങ്കിലും കുറച്ച് നല്ല റിച്ച് ബേസ് ആണ്, അതായത് ലോസിലേക്ക് നല്ലൊരു സ്ട്രെങ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹൈസും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. മിഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു എബോവ് ആവറേജ് മാത്രമേ പറയാനുള്ളൂ. മിഡ്സ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. എന്നാൽ ലോസും ഹൈസും വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ബേസ് പെർഫോമൻസ് നല്ല സോളിഡ് ആണ്. ഇനി ബേസ് കൂടുതൽ വേണമെങ്കിൽ, ഇത് പോരാ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാനുള്ള ഈക്വലൈസർ ഓപ്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ബഡ്സ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നല്ല സൗണ്ട് സിഗ്നേച്ചറിന് വളരെ ക്ലാരിറ്റി ഉണ്ട്, പ്രത്യേകിച്ച് ട്രിബിളൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. വോക്കൽസും നല്ലതാണ്. ഇൻസ്ട്രുമെന്റ് സൗണ്ട് സെപ്പറേഷൻ കുഴപ്പമില്ല. അതേപോലെ ആ മിഡ്സ് കൂടെ കുറച്ചും കൂടെ എന്താ പറയുക ഇമ്പ്രൂവ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഓവറോൾ സൗണ്ട് സിഗ്നേച്ചർ വളരെ നല്ലതാണ്. ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടും. പൊതുവെ ഇന്ത്യക്കാർക്ക് ബേസ് ഹെവി സൗണ്ട് സിഗ്നേച്ചർ ആണ് ജനറലി ഇഷ്ടം. അപ്പോൾ ആ ഒരു സൗണ്ട് സിഗ്നേച്ചറിനെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല ബേസ് ഹെവിയാണ് ഇതിലും വന്നിരിക്കുന്നത്. ഇനി കോൾ ക്വാളിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ കോൾസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3 മൈക്രോഫോൺസ് ഉള്ളത്, നല്ല ക്ലാരിറ്റി ഉണ്ട് കോൾസിലൊക്കെ, ഒരു ഇഷ്യൂസും ഞാൻ ഒരുപാട് കോൾസ് അറ്റൻഡ് ചെയ്ത് വന്നതിന് ശേഷം അപ്പോൾ ഒരു ഡിസ്റ്റർബൻസസോ നോയ്സോ അതല്ല മോഡുലേഷൻ ചേഞ്ച് ആവുക അങ്ങനത്തെ ഒരു ഇഷ്യൂസും തന്നെ ഇല്ല. വളരെ നല്ല രീതിയിൽ നമുക്ക് കോൾസും അക്സെപ്റ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്ത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. എഗെയിൻ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനും ഇതിൽ ഇംപ്രൂവ്ഡ് ആണ്, പഴയ ഇയർഫോണിനേക്കാളും ഇതിൽ ഇംപ്രൂവ്ഡ് ആണ്. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, അത് ഞാൻ ആപ്പ് കാണിക്കുമ്പോൾ കാണിച്ചു തരാം. നല്ല രീതിയിൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ നമുക്ക് സ്ട്രോങ് ഉണ്ട്, മിഡ് ഉണ്ട്, അല്ലെങ്കിൽ അഡാപ്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാസീവ് നോയ്സ് ക്യാൻസലേഷൻ അത്യാവശ്യം നല്ല, കാരണം ഈ ഡിസൈൻ ലാംഗ്വേജ് നല്ലതായിട്ട് പാസീവ് നോയ്സ് ക്യാൻസലേഷൻ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നോയ്സ് ക്യാൻസലേഷൻ നല്ലതാണ്. നമുക്ക് സറൗണ്ടിങ്ങിലുള്ള ഫാൻ്റെ നോയ്സ്, കമ്പ്യൂട്ടറിൻ്റെ നോയ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എഫക്റ്റീവ്ലി സ്ട്രിപ്പ് ഓഫ് ചെയ്യും. എന്നാൽ നമ്മളൊരു ഹെവി ഏരിയയിൽ, അതായത് ഭയങ്കര ബസ്സും കാറും ബൈക്കും എല്ലാം പോകുന്ന ആ ഒരു സിറ്റുവേഷനാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യും. ഒബ്വിയസ്ലി ഇതിനകത്ത് പെർഫെക്റ്റ് നോയ്സ് ക്യാൻസലേഷൻ ഒബ്വിയസ്ലി പ്രൈസ് സെഗ്മെന്റിൽ നമുക്ക് കിട്ടില്ല, അതിന് ഓവർ ദ ഇയർ ഹെഡ്ഫോൺസ് വാങ്ങേണ്ടി വരും. എന്നാലും ഇയർഫോണിൻ്റെ ഓവറോൾ നോയ്സ് ക്യാൻസലേഷൻ നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ആപ്പിൻ്റെ പെർഫോമൻസ് ഒന്ന് നോക്കാം. ഇതിൻ്റെ ആപ്പിനെ കുറിച്ച് പറയാം. ആപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വൺ പ്ലസ് യൂസർ ആണെങ്കിൽ സെപ്പറേറ്റ് ആപ്പ് വേണ്ട ആവശ്യമില്ല, നമുക്ക് ബ്ലൂടൂത്ത് സെറ്റിംഗ്സ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ വൺ പ്ലസോ ഓപ്പോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ബ്രാൻഡ് യൂസ് ചെയ്യണമെങ്കിൽ ഹേ മെലഡി എന്ന് പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതിൽ കോൺഫിഗർ ചെയ്യാം നമുക്ക്. അപ്പോൾ കോൺഫിഗർ ചെയ്താൽ ഇങ്ങനെ ഒരു സ്ക്രീനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ നോയ്സ് ക്യാൻസലേഷൻ കാണാം, അതേപോലെ ടേൺ ഓഫ് ട്രാൻസ്പാരൻസി മോഡ്. ഈ നോയ്സ് ക്യാൻസലേഷൻ തന്നെ നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്: ഹൈ, മോഡറേറ്റ്, ലോ, ഓട്ടോ. അതായത് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ട്രാൻസ്പാരൻസി മോഡ് ഉണ്ട്. ഇനി നമുക്ക് ഡ്യുവൽ കണക്ഷൻ കാണാം, 2 ഫോൺ അറ്റ് ദ സെയിം ടൈം നമുക്ക് കണക്ട് ചെയ്യാം. ഏതെന്നാണ് പാട്ട് പ്ലേ ചെയ്യുന്നത് അത് നമുക്ക് ചെവിയിലേക്ക് കേൾക്കുന്നുള്ളതാണ്. പിന്നെ വൺ പ്ലസിന് 3D ഓഡിയോ സപ്പോർട്ട് ഉണ്ട്. ഇതൊരു സോഫ്റ്റ്വെയർ ഇതാണ്, അത്രയ്ക്ക് ഒരു എഫക്റ്റീവ് അല്ല, എന്നാലും ഡീസെന്റ് ലെവൽ ഓഫ് ഒരു 3D ഓഡിയോ എഫക്റ്റ് കിട്ടും. പിന്നെ ഈക്വലൈസർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ബാലൻസ് സൗണ്ട് സിഗ്നേച്ചറിന് അതേപോലെ തന്നെ സെറിനേഡിൻ്റെ ബേസ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഈ 3 ഓപ്ഷനാണുള്ളത്. ബാലൻസിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നമുക്ക് അത് പോരെങ്കിൽ ബേസ് ഹെവി ആണെങ്കിൽ ബേസിലേക്ക് പോകുന്നതാണ്. പിന്നെ ബേസ് വേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അതായത് ഡൈനാമിക്കലി ബൂസ്റ്റ് ബേസ് ടു ഡെലിവർ ഡീപ്പ് ബേസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ കസ്റ്റം ഇക്വലൈസർ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ അത് ചെയ്യാവുന്നതാണ്. പിന്നെ ഹൈറസ് ഓഡിയോ മോഡ് ഉണ്ട്, ഹൈ റെസൊല്യൂഷൻ ഓഡിയോ. ഒബ്വിയസ്ലി ഇത് നമുക്ക് അഡീഷണൽ ബാറ്ററി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ AI ട്രാൻസ്ലേറ്റ്, നമ്മൾ ഫേസ് ടു ഫേസ് നമ്മുടെ ഭാഷ അറിയാത്ത ഒരാളായിട്ട് സംസാരിക്കണമെങ്കിൽ ലൈവായിട്ട് നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ഗെയിം മോഡ് ലോ ലേറ്റൻസി മോഡാണ്, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ലോ ലേറ്റൻസിയും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ സ്പോട്ടിഫൈ യൂസേഴ്സിന് ഈ ഒരു അഡീഷണൽ ഓപ്ഷൻ ഉണ്ട്, സ്പോട്ടിഫൈ ടാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അഡീഷണൽ കൺട്രോൾസ് ഉണ്ടല്ലേ, ഡബിൾ ടാപ്പ്, ട്രിപ്പിൾ ടാപ്പ്, ടച്ച് ആൻഡ് ഹോൾഡൊക്കെ സ്പോട്ടിഫൈ യൂസേഴ്സിനുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ ക്യാമറ റിലേറ്റഡ് സെറ്റിംഗ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓപ്പൺ ആണെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെ ഇയർബഡ് കൺട്രോൾ, അതായത് നമുക്ക് സിംഗിൾ ടാപ്പ്, ഡബിൾ ടാപ്പ്, ട്രിപ്പിൾ ടാപ്പ്, സ്ലൈഡ് ഓൺ ഇയർബഡ്സ്, ടച്ച് ആൻഡ് ഹോൾഡ്, ഈ 4-5 ഓപ്ഷനാണുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാം കോൺഫിഗർ ചെയ്യാം. സ്ലൈഡ് ചെയ്താൽ വോളിയം ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്, അതായിരിക്കും നല്ലൊരു എഫക്റ്റ് തരുന്നത്. പിന്നെ അതേപോലെ സിംഗിൾ ടാപ്പ് നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ കോൺഫിഗർ ചെയ്യാവുന്നതാണ്. അതേപോലെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഇയർബഡ്സ് നമുക്ക് കോൺഫിഗർ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ഡ്യുവൽ കണക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് ഈ ഒരു ആപ്പ് ഓഫർ ചെയ്തിരിക്കുന്നത്. വളരെ നല്ല ഒരു ആപ്പ് എന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. നല്ല രീതിയിൽ നമുക്ക് കോൺഫിഗറിങ് ചെയ്യാം. അതേപോലെ സൗണ്ട് സിഗ്നേച്ചറും നമുക്ക് കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്പ് ഹേ മെലഡി എന്നാണ്. വൺ പ്ലസ് യൂസർ ആണെങ്കിൽ ആപ്പിൻ്റെ ആവശ്യമില്ല, അല്ലാത്ത ഈവൻ iOS ആണെങ്കിലും ഹേ മെലഡി ഇൻസ്റ്റാൾ ചെയ്താൽ മതി. നല്ലൊരു ആപ്പാണ്, നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് കോൺഫിഗർ ചെയ്യാം.
ഉപയോഗിക്കാവുന്നതാണ്. ഇനി ബാറ്ററി ലൈഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന അപ്രോക്സിമേറ്റ്ലി 13 hours ഓഫ് ബാറ്ററി ലൈഫാണ് ഒരു സിംഗിൾ ചാർജിൽ, അതായത് ഇയർബഡ്സിന് 13 hours ആണ് കിട്ടുന്നത്. അത് AAC-ലാണ്. അഗെയിൻ 50% ഓഫ് വോളിയം ANC ഓഫ് ആകുമ്പോൾ ANC ടേൺ ഓൺ ചെയ്ത് 50% വോളിയം ആയി കഴിഞ്ഞാൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 7 hours ഒക്കെയാണ് കിട്ടുന്നത്. അതും നല്ലതാണ്. ടോട്ടലി ഇൻക്ലൂഡിങ് കേസ് അറൌണ്ട് 54 hours ആണ് വരുന്നത്. അതും വിത്തൗട്ട് ANC ആണ്. എഗെയിൻ ANC യൂസ് ചെയ്താൽ ഒബ്വിയസ്ലി കുറയും, ഹൈ റെസ് ഓഡിയോ യൂസ് ചെയ്താലും കുറയും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം ഇതിൻ്റെ അപ്രോക്സിമേറ്റ് ബാറ്ററി യൂസേജ്. നിങ്ങൾക്ക് ഓരോ യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്രയാണ് ഇതിൻ്റെ ബാറ്ററി യൂസേജ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതായിരുന്നു OnePlus Nord Buds 4 Proൻ്റെ ഒരു ഡീറ്റെയിൽ എക്സ്പീരിയൻസ്. ഓവറോൾ നല്ല ഒരു ക്വാളിറ്റിയുള്ള ഒരു TWS ആണ്, നമുക്ക് ഡെഫിനറ്റ്ലി ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു OnePlus Nord Buds 4 Proൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു ക്വാളിറ്റിയുള്ള ഇയർഫോൺസ് തന്നെയാണ്, അതിലൊരു സംശയമില്ല. നല്ല ബേസ് ഹെവി സൗണ്ട് സിഗ്നേച്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലതാണ്. ബേസ് ഹെവി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ഓവർ ബേസ് ആണോ, അല്ല, അങ്ങനെയല്ല. എന്നാൽ ഒരു നല്ല ബാലൻസ് സൗണ്ട് സിഗ്നേച്ചർ, കാരണം ഹൈസും നല്ലതാണ്. മിഡ്സ് ആണ് എനിക്ക് തോന്നുന്നു കുറച്ചൊരു ആവറേജ് പെർഫോമൻസ് പറയാവുന്നത്, എന്നാലും നമുക്ക് സൗണ്ട് സിഗ്നേച്ചർ കസ്റ്റമൈസിങ് ചെയ്യാം. നല്ല ബാറ്ററി ലൈഫും ഓവറോൾ ANC നല്ലതാണ്, ഹൈ റെസ് ഓഡിയോ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു. 3799 രൂപയ്ക്ക് ഇത് നല്ലൊരു ഇയർഫോൺസ് തന്നെയാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് OnePlusൻ്റെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ആമസോണിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഇയർഫോൺസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.